പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യെശയ്യാ പ്രവചനം 42-ാം അധ്യായം 4-ാം വാക്യം: ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവൻ്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും അധൈര്യപ്പെടുത്തുവാൻ, തളരുവാൻ അനുവദിക്കാതെ നമ്മെ മുമ്പോട്ട് നടത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവത്രേ. പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ ഒരു ദൈവ പൈതലിനെ അധൈര്യപ്പെടുത്തത്തില്ല, തളർത്തത്തില്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേലുണ്ട്. യെശയ്യാ പ്രവചനം 42:1 വായിക്കുന്നു: ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ദൈവാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വസിക്കുമ്പോൾ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന സമയമോ സന്ദർഭമോ ചുറ്റുപാടുകളുമോ വ്യക്തികളോ ഇതൊന്നും പ്രശ്നമല്ല. ഇതൊന്നും നമ്മെ തളർത്തത്തില്ല, ഇതൊന്നും നമ്മെ അധൈര്യപ്പെടുത്തത്തില്ല. മനുഷ്യർ പലപ്പോഴും തളർത്താൻ ശ്രമിക്കാം, അധൈര്യപ്പെടുത്തുവാൻ ശ്രമിക്കാം. മുമ്പോട്ടുള്ള മനുഷ്യരുടെ ഓട്ടത്തെ പുറകോട്ട് വലിക്കാൻ പല അന്ധകാര ശക്തികളും ശ്രമിച്ചെന്നിരിക്കാം. എന്നാൽ ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ പുറകോട്ട് വലിക്കാൻ പറ്റത്തില്ല. മുമ്പോട്ട് ഓടുവാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. നിങ്ങളിലേക്ക് ദൈവശക്തി അളവില്ലാതെ അധികമായി വ്യാപരിക്കും. ഈ പകൽക്കാലം എത്ര പേര് പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ ഉള്ളിലെ അകത്തെ മനുഷ്യനെ ഒന്ന് ബലപ്പെടുത്തണം. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും തളരാതെ ഓടുവാൻ, ക്ഷീണിക്കാതെ നടക്കുവാൻ നീ ഞങ്ങളുടെ കാലുകൾക്ക് ബലം തരണം. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായി നിങ്ങളെ മാനിപ്പാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. നിങ്ങൾക്കറിയാമല്ലോ, ദാവീദിൻ്റെ ജീവിതത്തിൽ നിരാശയുടെ ഒത്തിരി അനുഭവങ്ങൾ വന്നു. തന്നെ തളർത്തിക്കളയുന്ന ജീവിത സാഹചര്യങ്ങൾ. സിക്ലാഗിൽ താൻ കടന്നു വരുമ്പോൾ തങ്ങളുടെ ഹല്ലേലൂയ കുടുംബത്തെ, തൻ്റെ ഭാര്യമാരെയും മക്കളെയൊക്കെ അമാലേക്കർ പിടിച്ചുകൊണ്ടുപോയി. ജനം തനിക്ക് എതിരായി തന്നെ എറിയുവാൻ കല്ലെടുത്തു. അതുവരെയും തനിക്ക് ഓശാന പാടിയ, തനിക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ തന്നെക്കുറിച്ച് പറഞ്ഞ ജനം തന്നെ എറിയുവാൻ കല്ലെടുത്തു. ജീവിതത്തിൽ നിരാശയുടെ ഒരു സമയം. ആ സമയത്തും ദാവീദിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ഉള്ളതുകൊണ്ട് ദാവീദ് ദൈവമുമ്പാകെ കരഞ്ഞു. തൻ്റെ ബലം പോകുവോളം ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് വേദപുസ്തകം ഇങ്ങനെ പറയുന്നത്: അവൻ്റെ ആത്മാവ് അവൻ തന്നിൽ തന്നെ ബലപ്പെട്ടു. പ്രിയരെ, ആരും കാണത്തില്ല, കൂടെ ആരും സഹായിപ്പാനില്ല. തന്നിൽ തന്നെ ബലപ്പെടുവാൻ നിൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തുമാറാകട്ടെ. നിരാശയുടെ സമയം വന്നാലും ഒരു ദൈവ പൈതൽ ജയത്തോടെ മുന്നേറാൻ ഹല്ലേലൂയ ഉള്ളിൽ ആ ഒരു ബലം കർത്താവ് തരട്ടെ. എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും ദാവീദ് പറയുന്നു, എന്നെ തള്ളിക്കളയാത്തൊരു ദൈവം എൻ്റെ കൂടെയുണ്ട്. അവനിൽ ഞാൻ ആശ്രയിച്ചതുകൊണ്ട് അവൻ എനിക്ക് ബലം തരും. ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെട്ടിട്ട് മനുഷ്യർ നിങ്ങളെ കുറ്റം പറഞ്ഞു കാണും, മനുഷ്യർ നിങ്ങളെ എതിര് പറഞ്ഞു കാണും, മനുഷ്യർ നിങ്ങൾക്ക് വിരോധമായി സംസാരിച്ചു കാണും. പലരും ഇങ്ങനെ പറയും, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞ് കുറ്റം വിധിക്കുന്നവർ കാണും. ഭയപ്പെടേണ്ട, നീ കർത്താവിൻ്റെ മുമ്പാകെ ഒന്ന് മുട്ടുമടക്കിയാട്ട്, ദാവീദിനെ പോലെ അവൻ്റെ മുമ്പാകെ ഒന്ന് കരഞ്ഞാട്ട്, നിനക്ക് ബലം തരും. ആ അമാലേക്കിൻ്റെ പരിചയെ പിന്തുടരുവാൻ ദൈവം ദാവീദിന് ബലപ്പെടുത്തി, ദാവീദിന് ജയം കൊടുത്തെങ്കിൽ ഇന്ന് രാവിലെയും വചനം കേൾക്കുന്ന നിങ്ങളെ ബലപ്പെടുത്താൻ, നിങ്ങളെ ശക്തീകരിപ്പാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനത്രേ. വീണ്ടും ദാവീദിൻ്റെ ചരിത്രം തന്നെ നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ, ദാവീദ് സിയോൻ കോട്ടയ്ക്ക് നേരെ ആക്രമിച്ച് വന്നപ്പോൾ ഹല്ലേലൂയ, ദാവീദിന് വിരോധമായിട്ടുള്ളവർ ഇങ്ങനെ പറഞ്ഞു, ദാവീദിനെ തോൽപ്പിക്കാൻ മുടന്തന്മാരും ചെകിടന്മാരും മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് നിരാശയുടെ വാക്കുകൾ പറഞ്ഞു. ഒരുപക്ഷെ ദാവീദിനെ അത്ര ഹല്ലേലൂയ കളിയാക്കി, അത്ര കണ്ട് നിന്ദിച്ച് ദാവീദിനെ പുറകോട്ട് ഹല്ലേലൂയ പിന്തിരിപ്പിക്കാൻ അവർ ശ്രമിച്ചു കാണും. പ്രിയരെ, പലരും പറയും, നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ല, നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ഈ രോഗത്തിൽ നിന്ന് പുറത്തു വരത്തില്ല, നിങ്ങൾ ഈ കടഭാരത്തിൽ നിന്ന് പുറത്തു വരത്തില്ല, നിങ്ങളുടെ വീട്ടിൽ സമാധാനം വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന വാക്കുകൾ പറഞ്ഞെന്നിരിക്കാം.
ഹല്ലേലൂയ. മനുഷ്യൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കരുത്. നിങ്ങൾ കർത്താവിൻ്റെ വചനം വായിച്ചാട്ട് കർത്താവിലൊന്ന് ബലപ്പെടുത്തിയാട്ട്. വേദപുസ്തകം പറയുന്നു, എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. ആരൊക്കെ എതിര് പറഞ്ഞിട്ടും എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു എന്നാ വേദപുസ്തകം പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഒരു എങ്കിലും ദൈവം തരും. ആരൊക്കെ എതിര് പറഞ്ഞാലും നമ്മൾ പറയണം, എങ്കിലും എൻ്റെ കർത്താവിനാൽ എനിക്ക് ജയമുണ്ട്, എങ്കിലും ഞാൻ എൻ്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കും, ദൈവം എൻ്റെ ദീപത്തെ കത്തിക്കും. നിരാശയുടെ വാക്കിൻ്റെ നടുവിൽ പറയണം, ഞാൻ അധൈര്യപ്പെടത്തില്ല, ഞാൻ തളർന്നു പോകത്തില്ല, എൻ്റെ കർത്താവ് എന്നെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തോട് നാം ഏറ്റുപറയേണ്ടത് അതാ. ഒരുപക്ഷെ ജീവിതത്തിൽ ഹല്ലേലൂയ കണക്ക് കൂട്ടലുകൾ നടന്നെന്ന് വരത്തില്ല. കണക്ക് കൂട്ടലുകൾ താമസിച്ചാലും നടക്കാതെ വന്നാലും ദൈവത്തിൽ ആശ്രയിച്ചാട്ട്. ദാവീദിൻ്റെ ഉള്ളിലെ വലിയൊരു ആഗ്രഹമായിരുന്നു തനിക്ക് ദൈവത്തിനൊരു ആലയം പണിയണമെന്ന്. എന്നാൽ താൻ കണക്ക് കൂട്ടിയതുപോലെ കാര്യം സംഭവിച്ചില്ല. ഹല്ലേലൂയ. താൻ ഒത്തിരി പണം സമ്പാദിച്ചു, സാമഗ്രികൾ സമ്പാദിച്ചു, എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് താൻ പണിയാൻ തുടങ്ങുമ്പോൾ ദൈവം പറഞ്ഞു, നീ അല്ല പണിയേണ്ടത്, നിൻ്റെ മകനായ ഹല്ലേലൂയ ശലോമോനെ കൊണ്ടേ ഞാൻ പണിയിപ്പിക്കത്തുള്ളൂ. നോക്ക്, ദാവീദ് കണക്ക് കൂട്ടിയത് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ആയുഷ്കാലത്തിൽ ചിലത് ചെയ്യണമെന്ന്. പക്ഷെ തന്നെ കൊണ്ടത് പറ്റിയില്ല. എന്നിട്ടും താൻ തളർന്നു പോകാതെ ബലപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ കരം കൂടെ ചലിച്ചു. പ്രിയരെ, മനുഷ്യൻ്റെ കണക്ക് കൂട്ടലുകൾ ഫെയിലായെന്ന് വരാം, മനുഷ്യൻ്റെ വാക്കുകൾ പരാജയപ്പെട്ടെന്ന് വരാം, മനുഷ്യൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ പിറകോട്ട് പോയെന്നിരിക്കാം, മനുഷ്യർക്ക് വിരോധമായി അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിച്ചെന്നിരിക്കാം. എന്നാൽ നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടോ? നിനക്ക് ബലം തരും. നിന്നെ അധൈര്യപ്പെടാതെ തളർത്തിക്കളയാതെ മുമ്പോട്ട് പോകുവാൻ നിങ്ങളുടെ കാലുകൾക്ക് ബലം തരും. ഇന്ന് രാവിലെയും ജീവിതത്തിൽ നിരാശയിലൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, നിന്നെ ബലപ്പെടുത്താൻ, നിന്നെ ശക്തീകരിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് നിൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അത് നിന്നെ ബലപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നിനക്ക് ശക്തി നൽകും. നീ തളർന്നു പോകത്തില്ല, നീ ക്ഷീണിച്ചു പോകത്തില്ല, നീ മടുത്തു പോകത്തില്ല. ബലത്തോടെ ആരോഗ്യത്തോടെ ക്രിസ്തയേശുവിൽ അത് നിങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ, ആമീൻ.